ഹായ്, എൻ്റെ പേര് അഖിൽ. ഇത് വീണ, എൻ്റെ വൈഫ്, ആൻഡ് എൻ്റെ മോൾ വാമിക. ഞങ്ങൾ ഗ്രാൻഡ് ജുവൽ റേഡിയസ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലെ 4A പ്രകൃതി എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഓണേഴ്സാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും. ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ബേസിക്കലി കൊച്ചിക്കാരല്ല. ഞങ്ങൾ എറണാകുളം ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് എറണാകുളത്ത് വന്നതേ ഉള്ളൂ. ഞാൻ ബേസിക്കലി കാലിക്കറ്റിൽ നിന്നാണ്, വൈഫ് കണ്ണൂരിൽ നിന്നാണ്. സോ വി ബേസിക്കലി ആ മലബാറി. സ്കൂളിങ്ങും കോളേജിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി സംബന്ധമായിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗുജറാത്തിലും പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ പലപ്പോഴായിട്ട് നമ്മൾ റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. റെൻറ്റിന് താമസിക്കുമ്പോഴും നമ്മുടെ ഒരു ഹോം എന്നുള്ളൊരു ഫീലിംഗ് അവിടെയെങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതലേ ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു നമുക്കൊരു വീട് വാങ്ങണം, അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ, നമ്മുടെ സ്വന്തമായിട്ട് ഹോം എന്നൊരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഹോം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും ഒരു 3 to 4 years ചില പാറ്റ് ലൈഫ് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് വേണം അല്ലെങ്കിൽ ഒരു ഹോം വേണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നപ്പോൾ ഞങ്ങൾ ഈ ഫ്ലാറ്റ് എടുക്കുകയായിരുന്നു. ഫ്ലാറ്റ് അറിയാലോ, സാധാരണ എടുക്കുമ്പോൾ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനെ ഹോം ആക്കി മാറ്റുക എന്നുള്ളത് ഇൻ ടു എവറി ഡീറ്റെയിൽ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെയും ഇൻറ്റീരിയർ ഫേമിനെയും തിരഞ്ഞു തുടങ്ങിയത്. ആക്ച്വലി കൊച്ചിയിൽ ഒരുപാട് സെർച്ചും ഒരുപാട് ടെസ്റ്റിമോണിയൽസും ഒരുപാട് റിവ്യൂസും അങ്ങനെ ഒരുപാട് ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഗ്രേറ്റ് സ്പേസ് എത്തിപ്പെടുന്നത്. ഫ്രം day 1 ഓൺവേർഡ്സ് വളരെ സപ്പോർട്ടീവായിരുന്നു. പ്ലാൻ കാണിച്ചത് മുതൽ ഇതിൻ്റെ ഈ ഫൈനൽ ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ ത്രൂ ഔട്ട് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ നമുക്ക് ഒരു ഹോം എന്നുള്ള അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ള രീതിയിൽ അവരും ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ അതേ തോട്ട് പ്രോസസ്സിൽ തന്നെ വരികയും നമുക്കത് വേണ്ട രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ഫുൾഫില്ല് ചെയ്യാൻ അവർ അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ കാണിച്ചിരുന്നു. ഇൻ എവറി ആസ്പെക്ട് നമ്മളൊരു ചെറിയ ചേഞ്ചസും ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അക്കോമഡേറ്റ് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഫൈനലി ദേ മേഡ് ഹസ് ദിസ് പെർട്ടിക്കുലർ സ്ട്രക്ചർ ഫീൽ ലൈക്ക് അവർ ഹോം. ഒരു കോസി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഞങ്ങളുടേതായ ഒരു എൻവയോൺമെൻറ്റ്, ഞങ്ങളുടേതായ ഒരു കോസി എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടേതായ ഒരു സ്വന്തം സ്പേസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങളുടെ ഒരു ഹോം ഫീലിംഗ്, അതായത് എൻ്റെയൊക്കെ തറവാട് വീടിൻ്റെ ഒരു ഹോം ഫീലിംഗ് എനിക്കിവിടെ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ചതിന് ഗ്രേറ്റ് സ്പേസിനോട് ഒരുപാട് താങ്ക്സ്. യാ, ദാറ്റ്സ് ഇറ്റ്.